പത്തനംതിട്ട പെരുന്നാട് മടത്തുംമൂഴിയിൽ നടന്ന കത്തിക്കുത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. CITU പ്രവർത്തകൻ ജിതിനാണ് കൊല്ലപ്പെട്ടത്. CK അഭിലാൽ ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാൽ, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? രാത്രി 10:20-നാണ് സംഭവം ഉണ്ടാകുന്നത്. മടത്തുമൂഴി പാലത്തിന് സമീപം ഏതാനും യുവാക്കൾ തമ്മിൽ തർക്കമുണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് എത്തുകയും അത് കത്തിക്കുത്തിൽ അവസാനിക്കുകയുമാണ് ഉണ്ടായത്. മാമ്പാറ സ്വദേശി ജിതിൻ എന്ന ആളാണ് കൊല്ലപ്പെട്ടത്. 36 വയസ്സുണ്ട്. CITU പ്രവർത്തകനും DYFIയുടെ മേഖലാ കമ്മിറ്റി മുൻ അംഗവുമായിട്ടുള്ള ആളാണ്. ജിതിനെ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് പെരുന്നാട്ടിലെ ഒരു ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. അവിടെ നിന്നും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴി മരണം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഈ കത്തിക്കുത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് പോലീസിനും വ്യക്തമായ ഒരു വിവരം ലഭ്യമാകാനുണ്ട്. ഈ ജിതിനെ ആക്രമിച്ച സംഘത്തിൽ വിഷ്ണു എന്നുള്ള ആളാണ് കുത്തിയത് എന്നുള്ളതാണ് CITU DYFI പ്രവർത്തകരും നമുക്ക് ലഭ്യമാകുന്ന വിവരം. എതിർ സംഘത്തിൽപ്പെട്ട ഏതാനും ആളുകൾക്കും ഒപ്പം തന്നെ ജിതിന്റെ സുഹൃത്തുക്കളായ മറ്റു ചിലർക്കും പരിക്കേറ്റതായി പറയുന്നുണ്ട്. അവരിൽ ചിലർ ആശുപത്രിയിൽ ചികിത്സ തേടാൻ മടി കാണിക്കുന്നതായും വിവരമുണ്ട്. ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടവരെയൊന്നും അപ്പോൾ പോലീസ് പിടികൂടിയിട്ടില്ല അഭിലാൽ ഇതുവരെ? രാത്രി 10:20-നാണ് ഈ അക്രമ സംഭവം ഉണ്ടാകുന്നത്. അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ജിതിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്നും പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകൾ അന്നേരം തന്നെ കടന്നിരുന്നു. അവർ ഒളിവിൽ പോകാനുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ചും ആക്രമണത്തിന് ഇരയായ ആൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വരുന്നതിനാൽ തന്നെ പോലീസിന്റെ നടപടികൾ വേഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവർ സ്ഥലത്തു നിന്നും മാറിയിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതേസമയം തന്നെ അക്രമികളെ എത്രയും വേഗം പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് നടപടികൾ പുരോഗമിക്കുന്നതായാണ് പെരുന്നാട് പോലീസ് വിശദീകരിക്കുന്നത്. ശരി. പത്തനംതിട്ട പെരുന്നാട് മടത്തുംമൂഴിയിൽ നടന്ന കത്തിക്കുത്തിലാണ് യുവാവിന് ദാരുണമായ മരണം സംഭവിച്ചത്. CITU പ്രവർത്തകൻ ജിതിനാണ് കൊല്ലപ്പെട്ടത്. കുറച്ച് യുവാക്കൾ തമ്മിലുണ്ടായ തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. പക്ഷേ